ഹലോ! സൂരജേട്ടൻ്റെ അമ്മയുടെ വീടിന്റെ ബാക്കിൽ കൂടെ 1 കിലോമീറ്ററോളം നടന്നു കഴിഞ്ഞാൽ നമ്മളൊരു ബീച്ചിലെത്തും. ആ ബീച്ചിലേക്കാണ് കേട്ടോ നമ്മളിന്ന് പോകുന്നത്. ഏകദേശം ഒരു അധോലോക ലുക്കില്ലേ ഈ പോകുന്ന വഴിക്കൊക്കെ. എന്തായാലും നമ്മൾ 1 കിലോമീറ്റർ ഇങ്ങനെ നടക്കണം. ജുഗുനുവിനെ എടുത്തും നടത്തിയും ഒക്കെ നമ്മൾ അങ്ങനെ ബീച്ചിലെത്തി ട്ടോ. പട്ടം പറത്തുക എന്നുള്ള ഉദ്യമമായിരുന്നു മെയിൻ ആയിട്ടുള്ളത്. അധികം ആൾക്കാരൊന്നും വരുന്ന ഒരു ബീച്ചൊന്നുമല്ല. അങ്ങനെ അറിയപ്പെടുന്ന ബീച്ചൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇതിനൊരു പേരുണ്ടോ എന്നുള്ളത് എനിക്ക് അത്ര നിശ്ചയം പോരാട്ടോ. പക്ഷെ കാണാൻ സൂപ്പറാണ്. പിന്നെ നമുക്ക് അത്യാവശ്യം ഇറങ്ങാനും ഒക്കെ പറ്റും. ഭയങ്കര രോക്ഷാകുലമായി നിൽക്കുന്ന ബീച്ചൊന്നുമല്ല ട്ടോ. നമുക്ക് ഇറങ്ങാം, അത്യാവശ്യം കളിക്കാം, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യാം ട്ടോ. അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ട്ടോ പട്ടം പറത്തണത്. ഞാൻ ഇന്നേ വരെ പറത്തിയിട്ടില്ല. ഇത് വെച്ചിട്ട് പിള്ളേര് കളിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു ആഗ്രഹം തോന്നാറുണ്ട്. പക്ഷെ ഇതുവരെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ദേ ഞാനും സൂര്യചേട്ടനും ജുഗുനും എല്ലാവരും പട്ടം പറത്തി ആർമാദിക്കുകയായിരുന്നു ട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ പട്ടമൊക്കെ എല്ലാവർക്കും ഒരു ബാധ്യതയായിട്ടോ. എല്ലാം ചുരുട്ടിക്കൂട്ടി ഒരു സ്ഥലത്ത് വെച്ചിട്ട് എല്ലാവരും വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി ട്ടോ. നമ്മൾ മറ്റേ കക്ക പറക്കാൻ ഇറങ്ങിയതാണ്. ശബ്ദം കേൾക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. സീഷെല്ലിന്ന് ശബ്ദം കേൾക്കും. അതെങ്ങനെയാന്ന് നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് ജുഗുനു കേൾക്കാൻ വേണ്ടി തുടങ്ങുകയായിരുന്നു ട്ടോ. പക്ഷെ അതിന് വലിയ സീഷെല്ല് കിട്ടണം. അത്രയും വലിയ സീഷെല്ലൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. കുഞ്ഞ് സാധനം കിട്ടി. പക്ഷെ അത് അടിപൊളിയായിരുന്നു ട്ടോ കാണാൻ. ഞാനത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ദേ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ബാധ്യതയായ പട്ടം സൂര്യചേട്ടൻ ഇരുന്ന് മടക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മള് എത്തിയപ്പോഴേക്കും സൂര്യനൊക്കെ വേഗം വേഗം താഴത്തോട്ട് പോകുന്നുണ്ടായിരുന്നു ട്ടോ. ഒരു ചെറിയ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ബീച്ചാണ് ട്ടോ ഇത്. അധികം തിരക്കില്ല. കാണാൻ നല്ല അടിപൊളിയാണ്. അപ്പൊ അത് കാരണം കൊണ്ട് ഈ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ലോണം ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ അവിടെ മണ്ണ് കൂമ്പാരം കൂട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിന്റെ മോളിൽ കയറുക ഇറങ്ങുക, മോളിൽ കയറുക ഇറങ്ങുക, ഇറങ്ങുക മോളിൽ കയറുക, ഇത് തന്നെയായിരുന്നു പരിപാടി. അപ്പൊ അമ്മയെല്ലാം നടക്കുമ്പോൾ എന്നൊക്കെ ഡാഡ പറഞ്ഞിട്ട് ഡാഡ അമ്മൂട്ട് അണ്ണ പോവാന്നൊക്കെ പറഞ്ഞിട്ട് എന്ന് ചിരിച്ച് കളിക്കാനു. ഇപ്പൊ കേട്ടത് ജുഗുനുവിന്റെ വോയിസ് ഓവറായിരുന്നു ട്ടോ. അങ്ങനെ ഞങ്ങളുടെ കളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം രാത്രി ആവാറായിട്ടോ. ഇനി ഈ വന്ന വഴി മുഴുവൻ തിരിച്ച് നടന്നിട്ട് വേണം പോവാൻ വേണ്ടിയിട്ട്. വണ്ടിയൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ. അപ്പൊ അത് കാരണം നമ്മൾ വേഗം മണ്ണായതൊക്കെ ഒന്ന് വെള്ളത്തിൽ കഴുകി കളഞ്ഞിട്ട് തിരിച്ച് നടക്കാൻ തുടങ്ങി ട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ. സൈനിങ് ഓഫ്, സ്വാതി സാവിത്രി.